MES College of Engineering Technology is one of the most prestigious engineering college under the MES Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near Cochin International Airport. We give 100% placement assistance. Admissions started for UG programs. For more information, contact 944 77 81 611. Embark your journey with MESC. മൈത്രി മഹാജനും ദീപക് പൂജാരയും ചേർന്നൊരുക്കിയ സംഭാര വിതരണം സിനിമാ താരം ആസിഫ് അലി ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനലിന് ആശ്വാസമായി ഈ വർഷവും മൈത്രി മഹാജനും ദീപക് പൂജാരയും കുടുംബവും ഒരുക്കിയ പൊതുജനങ്ങൾക്കായുള്ള സംഭാര വിതരണം ആരംഭിച്ചു. മട്ടാഞ്ചേരി പാലസ് റോഡിൽ സിനിമാ താരം ആസിഫ് അലി ആദ്യത്തെ ഗ്ലാസ് പൊതുജനങ്ങൾക്ക് വിതരണം നൽകിക്കൊണ്ട് നിർവഹിച്ചു. മൈത്രി ഗ്രൂപ്പ് പൊതുജനങ്ങൾക്കായി ഏർപ്പെടുത്തിയ മോര് വിതരണത്തെ ആസിഫ് അലി പ്രകീർത്തിച്ചു. ഒരുപാട് സന്തോഷം എനിക്ക് ഇങ്ങനെ ഈ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചതിൽ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ആരും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലാണ് കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നത്. എത്ര ചൂടാണെന്ന് പറഞ്ഞാലും നമുക്കൊന്നും പുറത്തിറങ്ങി നമ്മുടേതായ പണികൾ എടുക്കാതിരിക്കാനും യാത്ര ചെയ്യാതിരിക്കാനും കഴിയില്ല. അപ്പോൾ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സഹായം ദീപക് സാറും സഹോദരനെയും കൂടെ ചെയ്യുന്നു. അത് ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നതാണെന്നുള്ളത് എൻ്റെ പുതിയ അറിവായിരുന്നു. ഇദ്ദേഹമായിട്ട് പല സമയത്തും എനിക്ക് ബന്ധപ്പെടേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹം എന്നോടൊരു കാര്യം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു സോഷ്യൽ കോസ് ആയതുകൊണ്ട് തന്നെ എനിക്കത് ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് ഞാനല്ലെങ്കിൽ ആരാണെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ചെയ്യാതിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരിലേക്കും ഇത് എത്താൻ പറ്റട്ടെ, എല്ലാവർക്കും വലിയൊരു സഹായമായി മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ നമ്മളെപ്പോഴും മുന്നോട്ട് വരണം. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, ബാക്കിയുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇദ്ദേഹത്തിനടുത്ത് പറയുകയാണെങ്കിൽ ഇദ്ദേഹം കൊച്ചിയിൽ വന്ന് താമസിച്ച് നമ്മൾ മലയാളികളിൽ ഒരാളായി മാറി ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ്. എല്ലാ ജനങ്ങളും ഈ സൽപ്രവൃത്തിയിൽ പങ്കുചേർന്ന് ഈ ഉദ്യമം പതിവ് പോലെ വൻ വിഷയമാക്കി തീർക്കണമെന്ന് അദ്ദേഹം തിങ്ങിക്കൂടിയ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ ദീപക് പൂജാര അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ പ്രതിഭ ആശർ, സാജൻ മണ്ണാളി, അഗസ്റ്റസ് സിറിൽ, വിശ്വനാഥൻ, എസ് കണ്ണൻ, ജാസ്മിൻ, നരേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.